അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളും നമുക്കറിയാം UN കീഴിലാണ് നടന്നു വരാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി UN തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് ഒരു സംഘടനയുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വാർത്ത എന്ന് പറയുന്നത്. അതായത് ഡാവോസിൽ നടന്ന ഒരു പരിപാടിയിൽ ട്രംപ് പ്രഖ്യാപിക്കുകയാണ് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന പുതിയ ഒരു സംഘടനക്ക്. മുമ്പ് ഗസയിൽ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇത്തരത്തിലൊരു ബോർഡ് ഓഫ് പീസ് വരുമെന്നും അതിലുള്ള രാജ്യങ്ങളാണ് ഗസയിൽ സൈന്യത്തെ അയച്ചുകൊണ്ട് ഗസയുടെ കാവൽക്കാരായി നിൽക്കുക എന്നൊക്കെ ട്രംപ് പലതവണയായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പരിണമിച്ചുകൊണ്ട് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു സംഘടനക്ക് തന്നെ ഇപ്പോൾ ട്രംപ് രൂപം കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സംഘടനയിൽ അംഗമാവുവാൻ $1 ബില്യൺ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. $1 ബില്യൺ ചെലവഴിക്കുന്ന ഒരു രാജ്യത്തിന് സ്ഥിരാംഗം ലഭിക്കുന്നതാണ്. ഈ ഒരു ബോർഡ് ഓഫ് പീസിലേക്ക് ലോകത്തെ 50ഓളം രാജ്യങ്ങളെ ട്രംപ് ക്ഷണിച്ചു കഴിഞ്ഞു, ഇൻക്ലൂഡിങ് റഷ്യയിലെ പുടിന് വരെ ഈ ക്ഷണം എത്തിയിട്ടുണ്ട് എന്നുള്ളതും റഷ്യ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചു എന്നതും 2 ദിവസമായി അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ 50ഓളം രാജ്യങ്ങളിൽ 35ഓളം ലോക നേതാക്കൾ ഈ ഒരു ബോർഡ് ഓഫ് പീസിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കൗതുകം എന്ന് പറയുന്നത്. സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഈ ഒരു ബോർഡ് ഓഫ് പീസിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ സംഘർഷങ്ങളെയും ഇല്ലാതാക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുക, അതിനുവേണ്ടി ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. ട്രംപിന്റെ മരുമകൻ കുഷ്നറുടെയും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ ഒരു ബോർഡ് ഓഫ് പീസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നിരിക്കെ ഇതിൽ ഇസ്രയേൽ ഒരു അംഗത്വമാണ് എന്നുള്ളതാണ് ഏറെ കൗതുകമായി വരുന്നത്. ഇസ്രയേലിനെ പോലും ബെന്യാമിൻ നെതന്യാഹുവിനെ പോലും ഈ ബോർഡ് ഓഫ് പീസിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കൗതുകമാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു ബോർഡ് ഓഫ് പീസ് നിലവിൽ വരാൻ തന്നെ കാരണം കഴിഞ്ഞ വർഷം ലോകത്ത് ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള വംശഹത്യയും യുദ്ധ കുറ്റവാളിയുമായ ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഗസയിലെ പ്രവർത്തനമാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തോടനുബന്ധിച്ചുകൊണ്ട് നിലവിൽ വരാൻ സാധ്യതയുള്ള ഈ ബോർഡ് ഓഫ് പീസും മറ്റുമൊക്കെ ആ ഒരു സംഘടനയിലേക്ക് തന്നെ ബെന്യാമിൻ നെതന്യാഹുവിനെ ഒരു അംഗമായി ഇരുത്തുന്നു എന്ന് പറയുമ്പോൾ അതിലെ കൗതുകം പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഏതായാലും മിഡിൽ ഈസ്റ്റിൽ നിന്ന് സൗദി, ഖത്തർ, UAE, ജോർദാൻ, അതുപോലെ തന്നെ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും അതുപോലെ തുർക്കി, ഹംഗറി, പാകിസ്ഥാൻ അടക്കമുള്ള ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇതിൽ ചേരുവാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യ ദൗത്യം എന്ന് പറയുന്നത് ഗസയിൽ സമാധാനം കൊണ്ടുവരിക എന്നത് തന്നെയാണ്. പക്ഷേ അതിന് ശേഷവും സംഘടന ഇവിടെ പ്രവർത്തിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അതിൻ്റെ ഒരു സൈനിങ് സെറിമണി, ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ട്രംപ് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ഇന്നലെ നടത്തി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഈ ഒരു ബോർഡ് ഓഫ് പീസ് ഗസയിൽ സമാധാനം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഗസയെക്കുറിച്ച് ട്രംപ് സംസാരിക്കുന്നത് ഒരു വലിയ മൂല്യമുള്ള ഒരു സ്ഥലമാണ് ഗസയെന്നും മറ്റുമൊക്കെ. റിയൽ എസ്റ്റേറ്റുകാരനായ ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റുകാരന്റെ ഭാഷയിൽ ഈ ഗസയെ കാണുകയും അത്തരത്തിലാണ് ഇന്നലെ ബോർഡ് ഓഫ് പീസിൽ സംസാരിക്കുകയും ചെയ്തത്. പ്രധാനമായും ഗസയുടെ പുനർനിർമ്മാണത്തെ പറ്റിയും മറ്റുമൊക്കെ സംസാരിച്ചത് മരുമകനും കൂടിയായ കുഷ്നർ ആയിരുന്നു എന്നുള്ളതാണ്. കുഷ്നർ പറയുന്നു ഗസയെ 2ആയി വിഭജിക്കണമെന്നും 100,000-ഓളം വീടുകൾ നിർമ്മിക്കുന്ന ഒരു ഭാഗവും മറ്റൊരു ഭാഗം ഗസയിൽ ടൂറിസത്തിന് വേണ്ടിയും മാറ്റിവെച്ചുകൊണ്ട് ഗസയിലെ വലിയ ടൂറിസ്റ്റ് സംവിധാനങ്ങൾ, ടൂറിസം വികസിപ്പിക്കുകയും അങ്ങനെ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഗസയുടെ ആശ്രിതം എന്ന് പറയുന്ന ഒരു സംഗതിയെ ഇല്ലാതാക്കുകയും സ്വയം തന്നെ അവർ അവിടെ തന്നെ അവർക്ക് വേണ്ടത് കണ്ടെത്തി ജീവിക്കുന്ന ഒന്നിലേക്ക് എത്തിക്കുകയും വേണമെന്ന വലിയ വിശാലമായ ഒരു പദ്ധതിയാണ് കുഷ്നർ ഇന്നലെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുഷ്നർ പറയുന്നു ഹമാസുമായി സഹകരിച്ചുകൊണ്ട് അവിടെ ഒരു സൈനികവൽക്കരണം നടത്തണം, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ ആശ്രിതം നിർത്തണം. ഇതിനൊക്കെയും ഗസയിൽ വലിയ നിക്ഷേപങ്ങൾ വരേണ്ടതുണ്ടെന്നും ലോകരാജ്യങ്ങൾ ഇത്തരത്തിൽ ഗസയിലേക്ക് നിക്ഷേപിക്കുവാൻ തയ്യാറാകണമെന്നും
അതിന് ആദ്യം ഗസയിൽ പൂർണ്ണമായി സമാധാനം കൊണ്ടുവരണമെന്നും അത്തരത്തിൽ അവിടെ പൂർണ്ണമായി സമാധാനം കൊണ്ടുവരുവാനും സുരക്ഷ കൊണ്ടുവരുവാനും ഞങ്ങൾ ഇസ്രയേലുമായി തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും തുടർച്ചയായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും കുഷ്നർ പറയുന്നു. അതിനിടയ്ക്ക് കുഷ്നർ പറയുന്നത് ഇതൊരു സാമ്പത്തിക കരാറല്ലെന്നും ഒരു ബിസിനസ് കരാറിനപ്പുറത്തേക്ക് ഒരു സമാധാന കരാറ് വേറിട്ട് നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നും അവതരണത്തിൻ്റെ നടുവിൽ കുഷ്നർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും സ്ഥിരമായ ഒരു സുരക്ഷയും സംഘർഷ ലഘൂകരണവുമാണ് ഈ ഗസയിൽ ആവശ്യമെന്ന് കുഷ്നർ എടുത്തു പറയുന്നതോടൊപ്പം നമുക്കറിയാം കുഷ്നർ എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. ഇദ്ദേഹം പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഗസയിലെ മണ്ണ് വളരെ വിലപ്പെട്ട കടൽ തീര സ്വത്തുക്കൾ ഈ ഗസയിലുണ്ട് എന്ന ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തീർച്ചയായും തീരദേശ ടൂറിസമാണ് അവിടെ കുഷ്നർ നിർമ്മിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ്. അവിടെ വലിയ ടൂറിസം നിലവിൽ വരുമെന്ന് കുഷ്നർ പറയുന്നു. അതുപോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് ഭൂമിയാണെന്നും വളരെ വിലപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഭൂമിയാണെന്നും ഒക്കെ ട്രംപും പറയുന്നു. മുമ്പും ഇത്തരത്തിൽ ട്രംപും വളരെ വിവാദമായ ചില പരാമർശങ്ങൾ ഗസയെ കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ ഗസയിലെ മുഴുവൻ ആളുകളെയും പുറത്താക്കുകയും ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ ഉയർന്നു വന്ന ഗസയിലെ ബീച്ചിൽ ബെന്യാമിൻ നെതന്യാഹുവും ട്രംപും ഒരു കസേരയിൽ ഇരിക്കുന്ന ചിത്രമൊക്കെ മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ഈ ഒരു സമാധാന കരാറിലൂടെ ട്രംപിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോർഡ് ഓഫ് പീസിന് കീഴിൽ ഗസയെ കൊണ്ടുവരികയും ട്രംപ് ചെയർമാനായ ഈ ബോഡിയിൽ ഗസയുടെ നിയന്ത്രണം പൂർണ്ണമായും കുഷ്നറും ട്രംപും ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ പോകുകയാണോ എന്ന ഒരു സംശയവും ലോകത്തിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലൊക്കെ പറയുമ്പോഴും ഭാവിയിലെ ഫലസ്തീൻ രാജ്യം നിലവിൽ വരുന്നതിനെക്കുറിച്ച് ഗസയിൽ എന്നേക്കുമായ ഒരു പൂർണ്ണ രാജ്യം UN അംഗീകൃത രാഷ്ട്രം നിലവിൽ വരുന്നതിനെക്കുറിച്ച് ട്രംപ് പറയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഈ പ്രസംഗത്തിനൊക്കെ ഒടുവിൽ UN-നെ കളിയാക്കിക്കൊണ്ട് UN ഒരു വലിയ സംഭവമാണെന്ന് ആവശ്യമാണ് എന്നൊക്കെ ട്രംപ് പറയുകയും ഞാൻ ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നിർത്തുകയും ഞാനിപ്പോൾ 12 മാസം ഇവിടെ ഭരണത്തിലേറിയതിന് ശേഷം ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇടയിലുള്ള സംഘർഷങ്ങൾ നിർത്തുവാൻ ഞാൻ കാരണമായെന്നും ഇതിലൊന്നിനു പോലും ഞാൻ UN-നെ വിളിച്ചിട്ടില്ലെന്ന് എടുത്തു പറയുകയും ചെയ്യുന്നു ട്രംപ്. നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പോലും ഞാനാണ് നിർത്തിയതെന്ന വീരവാദം പറഞ്ഞ് പല വേദികളിലും ട്രംപ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. താൻ നിർത്തിയതും ഇടപെടാത്തതുമായ പല യുദ്ധങ്ങളും താനാണ് നിർത്തിച്ചത് എന്ന അവകാശവാദവും അതുപോലെ അമേരിക്ക ചരിത്രത്തിൽ നേടാത്ത സാമ്പത്തിക മികവ് നേടിയെന്നും ഞങ്ങൾ വലിയ സാമ്പത്തിക ശക്തിയാണെന്നുമൊക്കെയുള്ള സ്ഥിരം പതിവ് തള്ളലുകളും ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ സാമ്പത്തിക പ്രയാസങ്ങളും വലിയ തൊഴിലില്ലായ്മയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വെനിസ്വലയെ പോലും പിടിച്ചടക്കിയത് പെട്രോൾ ഡോളർ മൂല്യം നിലനിർത്തുവാൻ വേണ്ടി കൂടിയാണ് എന്നുള്ളത് നമുക്കൊക്കെയും അറിയാവുന്നതാണ്. നമുക്കറിയാം ലോകരാജ്യങ്ങളൊക്കെ ഡോളർ വിനിമയത്തിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് എങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും പെട്രോളിയം ഉൽപ്പന്നമുള്ള വെനിസ്വല ഡോളറിലല്ലാതെ വ്യാപാരം നടത്തുന്നത് കൊണ്ട് കൂടിയാണ് വെനിസ്വലയുടെ പെട്രോൾ പിടിച്ചെടുക്കുകയും അത് ഡോളറിലേക്ക് അതിൻ്റെ വിൽപ്പന നടത്തുവാനും മറ്റുമൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള പരിപാടികളാണ് ട്രംപ് ആവിഷ്കരിക്കുന്നത്. അതൊക്കെയും മറച്ചു വെച്ചുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടമാണ് അമേരിക്ക നേടിയതെന്നും ഞാൻ തന്നെയാണ് UN-നേക്കാൾ വലിയ ഒരു സംഭവം എന്നുമൊക്കെ പറയാതെ പറയുകയാണ് ട്രംപ്. ഏതായാലും ഈ ബോർഡ് ഓഫ് പീസ് എത്തരത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നും UN-ന് ഇതൊരു വലിയ വെല്ലുവിളിയാകുമോ എന്നൊക്കെ ഭാവിയിൽ നമുക്ക് നോക്കിക്കാണേണ്ടി വരും. തൽക്കാലം വിട, വീണ്ടും കാണാം.